അൽ മൗൻ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, നമസ്കരിക്കുന്നവർക്ക് ശാപം. എങ്ങനെയത്? കൃത്യമായ നേരത്തെ പറഞ്ഞ പോലെ പരിപൂർണ്ണ ഹൃദയത്തോടും പരിപൂർണ്ണ ആത്മാവോടും പരിപൂർണ്ണ മനസ്സോടും കൂടി നമസ്കാര കർമ്മത്തിൽ ഏർപ്പെട്ടില്ല എങ്കിൽ അവന് ശാപമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ നമസ്കാര സമയത്താണ് മനസ്സൊന്ന് ഫ്രീ ആകുന്നത്. ആ സമയത്താണ് ഇല്ലാത്ത എല്ലാ ചിന്തകളും കയറി വരുന്നത്. ഇന്നിപ്പോൾ രാവിലെ എന്തോ ഭാര്യ എന്തോ ചായപ്പൊടിയോ പഞ്ചാരി എന്തോ പറഞ്ഞു, രണ്ടും അങ്ങോട്ട് ഓർമ്മയില്ല. ചായപ്പൊടിയാണെന്ന് ഓർമ്മയില്ല, പഞ്ചാരയാണെന്ന് ഓർമ്മയില്ല. സൂറത്ത് അവിടെ അങ്ങനെ ഓതുന്നുണ്ടാവും. അല്ലെങ്കിൽ കോഴിക്കോട് അടച്ചിട്ടില്ല, പഠിച്ചോനെ ഈശാ ബാങ്ക് കൊടുക്കുകയും ചെയ്ത് കുറുക്കം വരേണ്ട സമയമാണ്, എനിക്കൊരു ഓർമ്മ കിട്ടണില്ലല്ലോ. അപ്പോഴാണ് എല്ലാ ഓർമ്മകളും ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. ദൈവം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഓർക്കും. നാളത്തെ കച്ചവടപ്പം എങ്ങനെയാവും? ഇന്നിപ്പോൾ തക്കാളിക്ക് 10 നാളെ 15 ആകുമോ? ഇന്നെ കുറച്ച് മേടിക്കായിരുന്നു, ഏതായാലും ഇത് കഴിഞ്ഞിട്ട് തന്നെ മേടിക്കണം, മറക്കല്ലേ മറക്കല്ലേ മറക്കല്ലേ. അള്ളാനെ മറന്ന് ബാക്കിയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ശാപമെന്ന് പറയുകയും അൽ മാരിജ് സൂറത്തിൽ അൽ മാരിജ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. അതിൽ പറയുന്നത് നമസ്കരിക്കുന്നവരുടെ ലക്ഷണമായി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നമസ്കരിക്കുന്നവൻ്റെ ലക്ഷണം, അതായത് നമസ്കാരം നമസ്കരിക്കുക എന്ന വാക്കല്ല, നിസ്കാരം നിലനിർത്തുന്നവൻ്റെ. ഈ നമസ്കരിക്കലും നമസ്കാരം നിലനിർത്തലും തമ്മിൽ എന്താ വ്യത്യാസം? ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം കിണർ കുഴിച്ചതിന് ശേഷം വെള്ളം നിലനിർത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വെള്ളം കണ്ടു എന്ന് പറഞ്ഞാൽ അത് മൂടിയിട്ട് പോരൂല, അത് നിലനിൽക്കണം. ഏത് വേനൽക്കാലത്തും കുറച്ച് മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം അതിൽ നിലനിൽക്കാൻ തക്കവണ്ണം വീണ്ടും താഴ്ത്തും. അത് നിലനിർത്തി ഒരാൾ 2 ആൾ 3 ആൾ പൊക്കം വെള്ളം ആ ഉറവ തരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം നിലനിന്നു എന്നുള്ളതാണ്. ഇതേ ആശയമാണ് നമസ്കാരം നിലനിർത്തുന്നവർ. അവർ വെറുതെ നമസ്കരിച്ചു എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായി ഞാനൊക്കെ വായിച്ചിട്ടുള്ള കേട്ടോ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് ഒന്നും കൂടി നിങ്ങൾക്ക് തിരുത്തി തരും, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞു തരും. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്, മിസ്കീനായിട്ടുള്ളവരെയും മഹ്റൂമിങ്ങളെയും തിരിച്ചറിയുക എന്നാണ് ആയത്തിൽ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മിസ്കീൻ ആൻഡ് മഹ്റൂം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ഇല്ലാത്തവൻ. ആ ഇല്ലാത്തവൻ ഒരുപാട് ആനുകൂല്യം കൊടുത്തിട്ടുള്ളൊരു മതമാണ് ഇസ്ലാം. അങ്ങോട്ട് കയറി ചെന്ന് ചോദിക്കാം, ഞാനൊരു പാവപ്പെട്ടവനാണെന്നും എനിക്ക് മറ്റ് മാർഗങ്ങളില്ലെന്നും എനിക്ക് ഉറപ്പായാൽ എനിക്കൊരു മുതലാളിയോട് പോയി ചോദിക്കാം. ദാ ഞാൻ ചെന്ന് വിശ്രമിച്ച മുതലാളിയുണ്ട് ഇവിടെ, ബിജു സാറിൻ്റെ വീട്ടിലാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ധൈര്യമായിട്ട് ചെന്നിട്ട് ചോദിക്കാം, നിങ്ങളുടെ സക്കാത്തിന് എനിക്ക് അർഹത ഉണ്ട്, തരാൻ പറ്റുമോ എന്ന്. അത് ഇസ്ലാം കൊടുക്കുന്നൊരു സ്വാതന്ത്ര്യമാണ്. മറ്റൊരു മതവും കൊടുക്കാത്ത ഒരു പ്രത്യേക എക്കണോമിക്കൽ രീതിയാണത്. ആവശ്യക്കാരന് കയറി ചെന്ന് എൻ്റെ അവകാശം തായോ എന്ന് പറയാനുള്ള ഒരു ഡൈനാമിസം അത് വേറെ. മറ്റവരൊക്കെ കൊടുക്കുന്നവൻ്റെ കാരുണ്യത്തിലാണ് ആശ്രയിക്കുന്നത്. ഇത് വാങ്ങുന്നവൻ്റെ അവകാശത്തിന്മേലാണ് സക്കാത്ത് നിലനിർത്തുന്നത്. അതുകൊണ്ട് മിസ്കീന് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കോളും. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ മഹ്റൂമുകളുണ്ടല്ലോ, മഹ്റൂമീങ്ങൾ, ഹറാമാക്കപ്പെടുക എന്ന വാക്കിൻ്റെ മറ്റൊരു രൂപമാണ് മഹ്റൂം. എന്ത് ഹറാമാക്കപ്പെട്ടവൻ? ദൈവം തന്നെ ചിലവർക്ക് സമ്പത്ത് ഹറാമാക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. നീ അത് ഈ ജന്മത്തിൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് നല്ല അർത്ഥത്തിലാണ്. കാരണം അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽപ്പെട്ട് അവൻ ഇഹവും പരവും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം തന്നെ ചിലവർക്ക് സമ്പത്ത് ഹറാമാക്കി കൊടുക്കും. ആ കൂട്ടത്തിലൊക്കെ പെട്ടാൽ ഞാനിട്ടോ. കാരണം ഈ ഒരു വിധാനത്തിൽ ജീവിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു 2 നേരത്തെ കുറച്ച് എന്താണ് പച്ചക്കറി തിന്നണം. അതിനൊന്നും ഇത്ര വലിയ സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ മനസ്സിലായി എന്തിനാപ്പത്. ആ സമ്പത്ത് ദൈവം ഹറാമാക്കപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അല്ല കേട്ടോ, മഹ്റൂമിനെ സംബന്ധിച്ചായി പറയുന്നു. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ജീവിക്കുക പിന്നീട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരാരും അവരുടെ ദൈന്യത മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടപ്പെടില്ല, അത് ചർച്ച ചെയ്യില്ല. അവൻ്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ലെങ്കിലും ഭാര്യയ്ക്കും മക്കൾക്കും പട്ടിണിയാണെങ്കിലും അവൻ ചോദിക്കില്ല, ഇത് അവകാശമായി ഞാനൊരു മിസ്കീനാണെന്ന ബോധത്തിൽ ചെന്ന് ആരോടും ചോദിക്കില്ല. കണ്ടറിഞ്ഞ് ദൈവം തന്നെ അതിനുള്ള പരിഹാരം മറ്റുള്ളവരിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അവനത് വാങ്ങും. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മഹ്റൂമിങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴാണല്ലോ ഈ എന്തുകൊണ്ടാണ് ഈ ഖുർആൻ ആയത്ത് അവിടെ ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാവരും ഭക്ഷണം കഴിച്ച പോലെയൊക്കെ കാണിക്കും.
അതേപോലെ പുറത്തേക്ക് ഇറങ്ങി നോക്കി അവൻ്റെ വീട്ടിൽ നിന്നും പുക ഉയരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള സഹാബികൾ എന്ത് വിചാരിക്കും? ആ സഹാബീൻ്റെ വീട്ടിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, പുകയൊക്കെ പോകുന്നുണ്ടോടി, കുറച്ച് പുകയൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വെറുതെ വെള്ളം തിളപ്പിക്കുകയോ അല്ലെങ്കിൽ അടുപ്പ് കത്തിച്ച് പുകയ്ക്കുകയായിരിക്കും. ഒന്നുമില്ല, അടുപ്പത്ത് വെക്കാൻ പച്ചവെള്ളം പോലും ഉണ്ടാവില്ല. എന്നിരുന്നാലും അവൻ ആരോടും ചോദിക്കില്ല. അവൻ ദൈവത്തിൽ ഭരമേൽപ്പിച്ചവനാണ്. ദൈവമേ, എനിക്കിത് നിഷേധിച്ചത് നീയാണെങ്കിൽ നീ തന്നെയാണ് ഇതിനൊരു പരിഹാരം ചെയ്യേണ്ടത് എന്ന ബോധത്തിൽ നിൽക്കുന്നവനാ. അങ്ങനെയുള്ളവൻ പോയി ഇറക്കൂല, ചോദിക്കൂല. അല്ലെങ്കിൽ അവന് ചോദിക്കാനുള്ള അർഹത അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാനുള്ള മനസ്സവനുണ്ടാവില്ല. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കുന്നത് നമസ്കാരം നിലനിർത്തുന്നവനാണ്. അതാണ് നമസ്കാരം നിലനിർത്തിയവൻ്റെ ലക്ഷണം. സക്കാത്ത് കൊടുക്കാൻ ഞാൻ പറയുന്നത് ഇവിടെ സക്കാത്ത് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞു. ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ചില മൈക്രോ മാനേജ്മെൻറ്റ് കണ്ട് ഞാനൊക്കെ പലപ്പോഴും അന്തം വിട്ടുപോയിട്ടുണ്ട്. പല രീതിയിലും അതൊന്നും ഇനിയും പഠിക്കപ്പെട്ടിട്ടില്ല. പല യൂണിവേഴ്സിറ്റികളും ഞാനതിന് പ്രബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അൽ-അസർ യൂണിവേഴ്സിറ്റി വരെ ഞാൻ പോയിട്ടുണ്ട്. ഇസ്ലാമിക് എക്കണോമിക്കുമായി ഇനിയും പല നല്ല കാര്യങ്ങൾ ഇനിയും പഠന വിഷയമാക്കിയിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളുടെ നാലുപാടുമുള്ള തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറുമുള്ള 4 ദിക്ക് എടുക്കുകയാണെങ്കിൽ 40 വീടുകളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടെന്നാണ് പല പണ്ഡിതന്മാരും ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നമ്മളെയൊക്കെ ചില വിമർശകരായിട്ടുള്ളവർ പറഞ്ഞു അങ്ങനത്തെ ഒരു ഹദീസേ ഇല്ല, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞൊരു 4 വീട് നമ്മളൊന്ന് നോക്കിയിരുന്നെങ്കിൽ 40 വേണ്ട. 4 വീടുകൾ നമുക്ക് തെക്കും വടക്കും ചുറ്റുമ്പോൾ 4 വീട് നമ്മുടെ ഒരു മുസ്ലിമിന് ചുറ്റും 4 വീടുകളുടെ സുസ്ഥിതി അവൻ ഏറ്റെടുത്താൽ ഈ കേരളത്തിൽ റേഷൻ സംവിധാനം വിതരണം വേണ്ട. കേന്ദ്രത്തിൻ്റെയും വേണ്ട, കേരളത്തിൻ്റെയും വേണ്ട. അവനാരും പട്ടിണി കിടന്ന് മരിക്കൂല. അവരാരുടെയും മക്കൾ പഠിക്കാതിരിക്കൂല. എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് കൊടുക്കാനായി സാധിക്കും. ഓരോ ഇസ്ലാമിൻ്റെയും അത് എത്രത്തോളം മൈക്രോ ലെവൽ മാനേജ്മെൻറ്റാണ് ഇക്കണോമിക്സിൻ്റെ. പക്ഷെ ഇങ്ങനെയെന്നുള്ളൊരു പ്രൊജക്റ്റ് ഇന്ന് വരെ ഒരു യൂണിവേഴ്സിറ്റികളിലും ഒരു സ്ഥലത്തും പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നെപ്പോലുള്ള പുറമേ നിൽക്കുന്നവരിൽ നിന്നുള്ള വിഷമം. സക്കാത്ത് കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ ഈ ലെവലിലേക്ക് മാനേജ് ചെയ്യാനോ? മഹ്റൂമിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് ഒരാളെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ അല്ലാഹ് വജൂദായി അവൻ്റെ കണ്ണിലൂടെയും അവൻ്റെ നമസ്കാരം കൊണ്ട് ശുദ്ധമാക്കപ്പെട്ട ബോധത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനും അവൻ്റെ കണ്ണിലൂടെ ആവശ്യമുള്ള മഹ്റൂമിനെ തിരിച്ചറിയുകയും ചെയ്യുന്ന വലിയൊരു സൈക്കോ സോഷ്യൽ ഡൈനാമിസം ഉണ്ട് ഇവിടെ. ഒരു സ്പിരിച്വൽ സൈക്കോ സോഷ്യൽ ഡൈനാമിസം. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നുള്ളതാണ് എൻ്റെയൊക്കെ വിഷമം. അങ്ങനെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം നിന്ന് സുജൂദ് ചെയ്തവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിൻ്റെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചതിലും അപ്പുറം ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധനായി ജീവിക്കുന്ന ഈ വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നി അവന് വേണ്ടുന്നത് അവനെ നിരീക്ഷിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു പാരമ്പര്യം. ഇത് ഉമ്മർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തുമൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചിരുന്നു. അതുകൊണ്ടാണ് രാത്രിയിൽ തലമുണ്ടിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് തലയിൽ മുണ്ട് വലിച്ച് പുതപ്പ് വലിച്ച് ഇട്ടിട്ട് ഓരോ വീടിൻ്റെ പരിസരത്തും പോയി എന്താണ് ആ വീട്ടിൽ വല്ലതും തിന്നാനുണ്ടോ, കുട്ടികൾ കരയുന്നുണ്ടോ, കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ എന്നതിൻ്റെ കണക്കെടുക്കുന്ന ഭരണാധികാരി. ഇന്നത്തെ ഭരണാധികാരിയൊക്കെ ഏത് വീടിൻ്റെ അപ്പുറം പോയാൽ അതൊക്കെ നിൽക്കുന്നത്, പോയാൽ വേറെ വല്ല ഉദ്ദേശത്തിനായിരിക്കും. അങ്ങനെയുള്ളവരുടെ കഥകളാണ് നമ്മുടെയൊക്കെ മതങ്ങളിൽ കൂടുതലുമുള്ളത്. എന്നിട്ട് സ്വന്തം വീട്ടിൽ ചെലവിന് വെച്ചിരിക്കുന്ന എണ്ണയും ഒലിവെണ്ണയും മാവും മറ്റ് കാര്യങ്ങളുമൊക്കെ സ്വന്തം തലയിൽ ചുമടെടുത്ത് കൊണ്ടുപോയി കൊടുത്ത ഖലീഫമാർ എത്രയുണ്ടായിരുന്നു നമുക്ക്. അത് ഏറ്റാൻ വന്നു കഴിഞ്ഞാൽ ഭൃത്യനോട് പറഞ്ഞു, ഇത് നിൻ്റെ കടമയല്ല, ഇത് എൻ്റെ കടമയാണ്. എൻ്റെ നാട്ടിലൊരു ഒരുത്തൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ തലയിലേറ്റിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. അത്രത്തോളം വിനയം. ആ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തലയിൽ ചുമന്നു കൊണ്ട് പോകുന്ന സൂക്ഷ്മതയുടെ പേരാണ് ഇസ്ലാം. അതായിരിക്കണം ഇസ്ലാം. ആർക്കെങ്കിലും എന്നോട് വിയോജിക്കാനുണ്ടോ? എന്നെ കേൾക്കുന്ന ഏത് മതത്തിലുള്ളവരും എന്നോട് പറയും ഇതിനെയാണ് ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത്. അത്രത്തോളം നിന്നോ? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉമർ പറഞ്ഞു എന്ന് പറയുന്നൊരു ഹദീസുണ്ട്.
ടൈബ്രിസ് നദിയുടെ തീരത്ത് ഏതെങ്കിലും ഒരു കഴുത ഭക്ഷണം കിട്ടാതെ കരയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പഞ്ചായത്ത് മെമ്പർ, മറ്റേ വാർഡ് മെമ്പർ മുതൽ അങ്ങ് പ്രധാനമന്ത്രി വരെയുള്ള എത്ര പേർക്കറിയാം? ഈ അർത്ഥത്തിലാണ് അവിടെയൊക്കെ മാതൃകാപരമായ പൊളിറ്റിക്സ്. അതായത് ഒരു കഴുത ഭക്ഷണം കിട്ടാതെ കരഞ്ഞാൽ മതി, ഞാൻ രാജിവെക്കുന്നു. ഇതിലുണ്ടോ പറയാൻ? അവനവൻ്റെ വാർഡിൽ കിടന്ന് മരിച്ചവരുടെ എണ്ണം അറിയാതെ പട്ടിണി കൊണ്ട് മരിച്ചവരുടെ എണ്ണം കൂടുന്ന കാലം. നമ്മുടെയൊക്കെ മൊത്തമായ ചില രീതികൾ കൊണ്ട് കേരളത്തിലൊക്കെ വളരെ കുറവാണെന്ന് കരുതിക്കോളി. പക്ഷേ ഇപ്പോഴും തമിഴ്നാട്ടിലും പല നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇപ്പോഴും ഇതുണ്ട്. ഒരു നേരം തന്നെ എങ്ങനെ ഭക്ഷണം ഇപ്പോഴും കൊടുക്കുമെന്നറിയാത്ത ആളുകൾ ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലില്ലാന്നുണ്ട്. ഇതൊന്നും ഇപ്പോൾ ഏതോ നൂറ്റാണ്ടിലെ കഥയില്ലെന്നും പറഞ്ഞു. ഇന്ന് എൻ്റെ കൂടെ ആന്ധ്രയിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുന്ന വണ്ടിയിൽ കയറണം. കാളകളില്ലാഞ്ഞിട്ട് അമ്മയെയും ഭാര്യയെയും നുകം വെച്ചുകൊണ്ട് ഉഴുന്ന കർഷകനെ ഞാൻ കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ട്. കാളകളില്ല, ആടുകളില്ല, പിന്നെ ഇത് നില ഉഴണ്ടേ, ട്രാക്ടറും ഇല്ല. പിന്നെ ആകെ വീട്ടിലുള്ളത് തള്ളയും ഭാര്യയാണ്. രണ്ടാളെയും രണ്ട് പോത്തിനെ പോലെ കാളയെ പോലെ നിർത്തി മകനോ ഭർത്താവോ ഇങ്ങനെ ഉഴുതുണ്ടാക്കുന്ന മാമുമാണ് നമ്മളൊക്കെ ഉണ്ണുന്നത്. എന്നിട്ട് തിരിച്ച് നമുക്കൊന്നും ഉത്തരവാദിത്തം ഉണ്ടാവാൻ പാടില്ലേ? ഇത് പറയാത്ത മതമാണോ? ഇത്രയും ഡൈനാമിസം ഉൾക്കൊള്ളുന്നതാണ് ചാരിറ്റി. ഇനി ഹിന്ദു മതത്തിലേക്ക് വന്നാലോ, ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ എന്ന് പറയുന്നതാണ് മാധവസേവ. നരസേവ തന്നെയാണ് നാരായണ സേവ. ജീവസേവ തന്നെയാണ് ശിവസേവ എന്ന് പറയുന്ന എത്രയെത്രയോ ശ്ലോകങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഈ ലോകം മുഴുവൻ ഒരു നീഢമാണ്, ഒരു കിളിക്കൂടാണ് എന്ന് പറയുന്ന അധ്യായങ്ങളുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു കിളിക്കൂട്ടിൽ എങ്ങനെയാണോ അതിലെ കുട്ടികളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നത്, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമുള്ളവരാണെന്നാണ് എൻ്റെ അർത്ഥം. ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഉദാരചരിതന്മാർക്ക് ഉദാരചരിതനായിരിക്കണം, അല്ലാത്തവനെ കുറിച്ചുകൂടെ പറയുന്നത്. അവനിതൊന്നും ബോധം ഉണ്ടാവില്ല. മതത്തിലൂടെ ഉദാര മനസ്സിനെ നേടിയവൻ, മതത്തിലൂടെ തൻ്റെ മനസ്സ് കൽബിനെ മാറ്റിയെടുത്തവൻ, മത അനുഷ്ഠാനങ്ങളിലൂടെ തൻ്റെ മനസ്സിൻ്റെ ഉദാരതയിലേക്ക് മനസ്സിനെ ഉയർത്തിയവന് ഈ ലോകം വസുദൈവ കുടുംബം, ഒരൊറ്റ കുടുംബമാണ്. ഈ വസുന്ധര, ഈ ഭൂമിയിലുള്ളവർ എല്ലാവരും ഒരൊറ്റ കുടുംബമാണ്. ഒറ്റ കുടുംബത്തിലുള്ളവർക്ക് ഉത്തരവാദിത്തമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചാരിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കും. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 62-ാമത്തെ ആയത്ത്, അൽ മായിദ സൂറത്തുൽ 59 പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിം റിപ്പിറ്റേഷൻ. അവിടെ ഒരു അവസാനം 1-2 വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്വാമീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹീൻ ഫലാഹും അജ്റഹും മിൻ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. ലാ ഖൗഫുൻ, ഒരു ഖൗഫ്, ഒരു പേടിയും വേണ്ട. വലാ യഹ്സനൂൻ, അവന് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. എങ്ങനെയുള്ളവർ? ഇന്നല്ലദീന ആമനൂൻ, മുഅ്മിനീങ്ങളാകട്ടെ, വിശ്വസിച്ചവരാകട്ടെ, സത്യത്തിൽ വിശ്വസിച്ചവരാകട്ടെ, അറബി പ്രവാചകനിൽ വിശ്വസിച്ചവരാകട്ടെ. വല്ലദീന ഹാദു, യഹൂദൻ എന്ന ദീനിൽപ്പെട്ട, യഹൂദ ദീൻ എന്നപ്പെട്ടവരാവട്ടെ, യഹൂദനാവട്ടെ എന്നർത്ഥം. നസാറ, നസ്രാണി ആകട്ടെ. സ്വാബിയീന, സാബിയന്മാരിൽപ്പെട്ടവനാകട്ടെ. എന്താ സ്വാബിയൻ എന്ന് പറഞ്ഞാൽ? അന്നത്തെ കാലത്ത് ഇതിലൊന്നും പെടാതെ കുറച്ച് അൽക്കുലത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരും അവിടുത്തെ അവിടുത്തെ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയണ പോലെ അവിടുത്തെ ഇങ്ങനെ ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന അതിൻ്റെ ആ ആദിമ ഗോത്ര സമൂഹത്തിൽപ്പെട്ടവർ. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ ഇന്നപ്പോലത്തെ അൽക്കുലത്തൊക്കെ അതിൽ പെടുന്നു കുട്ടിക്കോൾ. ആര് തന്നെയും ആകട്ടെ, എന്താണ്? 2 കാര്യങ്ങൾ. ദൈവത്തിൽ വിശ്വസിക്കുകയും ഇതിനൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് ആഹറുണ്ടെന്ന് വിശ്വസിക്കുക. അത് വളരെ എളുപ്പമാണ്. ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അത്ര എളുപ്പം സത്യത്തിൽ യാതൊന്നിലും ഇല്ല എന്നുള്ളതാണ്. കാണൊന്നും വേണ്ടല്ലോ ഇപ്പോൾ വിശ്വസിക്കുക. അപ്പോൾ കാറ്റിനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത്. കാറ്റ് അനുഭവിച്ചുകൊണ്ടല്ലേ. ദൈവത്തിന് അനുഭവിച്ചാൽ എന്ത് എളുപ്പം മനസ്സിലാക്കാൻ. കറണ്ടിനെ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടാണല്ലോ വിശ്വസിക്കുന്നത്, അതോ അനുഭവിച്ചിട്ടോ?
ഈ വെളിച്ചമൊന്നുമല്ലല്ലോ കറണ്ട് ഉള്ളത് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. കറണ്ട് എപ്പോഴും വെളിച്ചം മാത്രമൊന്നുമല്ല, ഇവിടെ സൗണ്ടുമാണ്. ആ കളറല്ല ഈ കളറ്. അതുകൊണ്ട് അതാണ് കറണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കറണ്ട് ഉണ്ട്. അഥവാ ആരെങ്കിലും അനുഭവിച്ചാൽ പിന്നെ അവൻ വഫാത്താവും എന്നുള്ളത് ഉറപ്പല്ലേ. കറണ്ട് എങ്ങാനും അനുഭവിക്കാൻ വേണ്ടി പിടിച്ചാൽ അതിലും എത്ര വലിയ കറണ്ടാ ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളിലൂടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആഖിറിൽ വിശ്വസിക്കാനും വളരെ എളുപ്പമാണ്. കാരണം എന്താ? തുടങ്ങിയാൽ അവസാനിക്കും. ഏതാണ് തുടങ്ങിയിട്ട് അവസാനിക്കാതിരിക്കുന്നത്? ദൈവം ഒഴിച്ച് ബാക്കിയൊക്കെ തുടങ്ങിയാൽ അവസാനിക്കും. ദൈവത്തിന് തുടക്കവും ഒടുക്കവും ഇല്ല. ബാക്കിയുള്ളതിനെല്ലാം തുടക്കവും ഒടുക്കവും ഉണ്ട്. അപ്പം അത് വലിയ വിശ്വാസമൊന്നും അല്ലത്. ദൈവത്തിൽ വിശ്വസിക്കുക, ആഖിറിൽ വിശ്വസിക്കുക. കണ്ടോ, ദൈവത്തെ മേലെ പറഞ്ഞു. ഇനി അടുത്തതാണ് സ്വാലിഹൈൻ, സ്വാലിഹായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക. പ്രവർത്തികൾ നന്നായിട്ട് കാര്യമില്ല, നല്ല പ്രവർത്തികളായിട്ടും കാര്യമില്ല. അത് സ്വാലിഹായിരിക്കണം, സ്വീകരിക്കപ്പെടുന്ന നല്ല പ്രവർത്തികളായിരിക്കും. കള്ള് മേടിച്ചു കൊടുക്കുന്നത്, വിറച്ച് നിൽക്കുന്നവന് കള്ള് മേടിച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കൂലി കിട്ടൂല. സ്വർഗത്തിൽ ഇഹത്തിലും പരത്തിലും കൂലിയില്ല. മറ്റ് പല തോന്നിവാസങ്ങൾക്കും ഇവിടെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കള്ള് വിൽക്കാനും കഞ്ചാവ് വിൽക്കാനും എന്ന് വേണ്ട ഒരുപാട് കാര്യത്തിന് വേണ്ടി ഇവിടെ പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ സഹായം ചെയ്ത് കൊടുക്കല. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അമില സ്വാലിഹായിട്ടുള്ള അമലുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് ഫലഹും മജറഹും മിൻ റബ്ബിഹിം, റബ്ബിൽ നിന്ന് നിശ്ചയമായും അവന് പ്രതിഫലമുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം, അവൻ ഒരു തരത്തിലും പേടിക്കണ്ട. ആ പേടിയിലും ഇല്ലായ്മയും ഉറപ്പിലൊക്കെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോണത്. കാരണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ഇങ്ങനെ ചെയ്യുന്നിടത്ത് പോയി അതിന് നന്മകൾ ഓതുകയും ചെയ്യുന്നവരാണ് എന്നെപ്പോലുള്ളവർ. കഴിയാവുന്ന രീതിയിൽ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി മഹറൂമിനെ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇങ്ങനെയുള്ളവരേ അവസാനം വരെ വിജയം നേടും. അവൻ ലജ്ജിക്കേണ്ടി വരില്ല. ഇതിലപ്പുറത്തേക്കൊന്നും ഒരു മതത്തിനും കൂടുതൽ ഇതേ ആശയം തന്നെ, ഇതേ വാക്കുകൾ തന്നെയാണ് അൽ മാഇദയിലുള്ളത്. 2 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചാൽ അതിന് പ്രത്യേകതകളില്ലേ? ഉണ്ടാവണ്ടേ? ഖുർആൻ ഒരു വട്ടം പറഞ്ഞാൽ തന്നെ പ്രത്യേകതയാണ്. അപ്പോൾ 2 പ്രാവശ്യം ഇതേ ആശയം, ഇതേ വാക്കുകൾ ഒരു വ്യത്യാസമില്ലാതെ 2 രീതിയിൽ അല്പസ്വല്പ വ്യത്യാസത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എത്രയാണ്. അതിൽ നമ്മുടെ എല്ലാം മതങ്ങളുടെ തിയോളജി അടങ്ങി ദൈവത്തെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഇവിടെ പ്രവർത്തനം ചെയ്യുകയും ചെയ്യുക. മഹ്റൂമിനെ തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം അധികരിക്കുന്നവരെ, നമസ്കാരം നിലനിർത്തുന്നവൻ്റെ ലക്ഷണമാണ്. ഇന്ന് അത്തരത്തിലുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുള്ള മഹ്റൂമിങ്ങളെ തിരിച്ചറിയുന്ന നമസ്കാരങ്ങൾ നിലനിർത്താത്തവരാണ് നമ്മുടെ ഇടയിൽ എന്നുള്ളതാണ് എന്നെയൊക്കെ വിഷമിപ്പിക്കുന്ന സംഗതി. ഇങ്ങനെയുള്ളവരുടെ എണ്ണം കൂടുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അങ്ങനെ നോക്കും എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പഴയ ഉസ്താദുമാരെയും പല സൂഫിയാക്കളെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഉള്ളു വായിക്കാൻ അറിയും. ഉള്ളു വായിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതവരുടെ കറാമത്തല്ല, കറാമത്ത് അതിലപ്പുറം. ഇത് ഏത് നമസ്കരിക്കുന്നവനും നമസ്കാരം നിലനിർത്തുന്നവനും കിട്ടുന്ന സിദ്ധിയാണ്. 5 നേരം നമ്മളോട് പറഞ്ഞിട്ടില്ല, 50 അല്ലേ പറഞ്ഞിട്ടുള്ളത്. 50 ചെയ്യാൻ വിധിക്കപ്പെട്ടവർ 5എങ്കിലും ചെയ്യണ്ടേ? ഒരു പൂജ്യത്തിന് വിലയില്ല എന്ന് കരുതിയിട്ട് 50 5ആക്കി തന്നില്ലേ? എളുപ്പമാക്കപ്പെട്ടില്ലേ നമുക്കൊക്കെ? 5 നേരം ദൈവത്തിനോട് തുല്യമായി, ദൈവത്തിനോട് അഭിമുഖം നിന്നുകൊണ്ട് അവനോട് സംസാരിച്ചവന് അവനിൽ നിന്ന് ഉത്ബോധനം കിട്ടൂലേ? കിട്ടണ്ടേ? കിട്ടൂല എന്ന് നമ്മൾ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ മതം വളരുക? എങ്ങനെയാണ് നമ്മുടെയൊക്കെ പ്രബോധനങ്ങൾ പൂർണ്ണമാകുക? ഒരു ദിവസം ഷൊർണൂരിൽ ഇറങ്ങി അടുത്ത നിലമ്പൂർ വണ്ടി വരാൻ സമയമുള്ളത് കൊണ്ട് അപ്പുറത്തേക്ക് മാറി അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഞാനും എൻ്റെ കൂടെയുള്ളൊരു മോനും പോവുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഉസ്താദിനെ പോലെ ഒരു വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കന്തൂറയൊക്കെ ധരിച്ചൊരു 10-15 വയസ്സുള്ളൊരു മോൻ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരനാണ്, നല്ല മുഖശ്രീയുള്ള കുട്ടിയാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലുമുള്ള ദൈന്യതയുള്ള കുട്ടിയാണെന്ന് തോന്നൂല. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അപ്പോൾ ഒരു തോന്നൽ, പടച്ചോനെ എന്തോ ഒരു പന്തികേടുണ്ടല്ലേ കുട്ടിക്ക്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലേ കുട്ടിക്ക്. ഞാൻ എൻ്റെ മോനോട് ചെന്ന് പറഞ്ഞു, ഓനോട് എന്താ അവൻ്റെ പ്രശ്നം ഒന്ന് ചോദിച്ചു നോക്ക്.
അപ്പോൾ ഓൻ ചെന്ന് ചോദിച്ചു എന്താ പ്രശ്നം വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൻ ഇങ്ങോട്ട് പോരിഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എന്തോ നീ അവന് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുക, ചായ കുടിച്ചോന്ന് ചോദിക്കുക. വീണ്ടും ഇവൻ ചെന്ന് ചോദിച്ചു മോൻ ഭക്ഷണം കഴിച്ചോ, ഞങ്ങളെ ഗുരുജി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഗുരുവിനെ കണ്ട് പരിചയമുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, സത്യം പറയും നീ ചായയും ഭക്ഷണമൊക്കെ കുടിച്ചോ? പറഞ്ഞു ചായയും ഭക്ഷണമൊന്നും കുടിച്ചിട്ടില്ല. എന്താ വന്ന സമയത്തിൻ്റെ പോക്കറ്റ് എന്തോ കീറിയപ്പോൾ ഇട്ട പൈസ പോയതിന് കൊണ്ട് ഉച്ച മുതൽ കാത്തു നിൽക്കുക. ഇനി അവൻ്റെ സുഹൃത്തുക്കൾ വൈകുന്നേരത്തെ ട്രെയിനിൽ വന്നിട്ട് വേണം അവന് ഓതുന്നിടത്തേക്ക് തിരിച്ചു പോകാൻ. ഇവൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോണോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല, ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാൻ ആർക്കും കഴിയില്ല. കുട്ടികൾക്കൊക്കെ സ്മാർട്ടായതുകൊണ്ട് എടാ എൻ്റെ പൈസ പോയി അടുത്ത 1000 റുപ്യ അയക്കുമെന്ന് പറയാനുള്ള സൗകര്യമുള്ള വീട്ടിലെ കുട്ടിയല്ല. ഞാൻ പറഞ്ഞു ഓൻ എന്താ ഭക്ഷണം ആദ്യം മേടിച്ചു കൊടുക്ക്, മക്കളെ കൊണ്ട് എൻ്റെ മകനെ കൊണ്ടും. മകൻ എന്ന് പറഞ്ഞാൽ മുരീദാണ് കേട്ടോ, എൻ്റെ സ്വന്തം മകനല്ല, എൻ്റെ ശിഷ്യനായിട്ടുള്ള മകൻ. ശിഷ്യനെ കൊണ്ട് ഞാനത് അവന് ഭക്ഷണം മേടിച്ചു കൊടുത്തു. അവൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു, എന്നാലും ആ കണ്ണിൽ ശരിക്കും വിശപ്പ് നമുക്ക് മനസ്സിലാകുമായിരുന്നു. പോകാൻ നേരത്തെ അവൻ പറഞ്ഞു അവൻ വരിക വന്നോട്ടെ, അല്ലെങ്കിൽ വരാതിരുന്നോട്ടെ, ഏതായാലും നീ ഇത് ചെന്നിട്ട് വീട്ടിൽ നിന്ന് പിന്നീട് അയച്ചെന്നാ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ നമ്പർ ഒന്നും കൊടുക്കാതെ ഞങ്ങൾ മുങ്ങുകയും ചെയ്ത്. ഇന്നെപ്പോലത്തെ ഒരാൾക്ക് പോലും ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 5 നേരം നിസ്കരിക്കുന്ന ആളുകളുടെ ലക്ഷണമായി ഖുറാനിൽ കണ്ടിട്ടുള്ളതാ. അങ്ങോട്ടേക്കൊക്കെ നമ്മളൊന്ന് ഉയരട്ടെ. അങ്ങനെ ഉയർന്ന കുറേ ആൾക്കാരെ ഈ നാട്ടിൽ കാണാൻ ഭാഗ്യമുണ്ടായി. അതാണ് സ്വന്തം തടിയുമ പിടിക്കുന്ന പണിയെടുത്ത് ഈ ചാരിറ്റി നടത്തുന്നവരോടൊന്നും വേറെ വർത്താനമൊന്നും പറയാനില്ല അല്ലേ. അവർ കാറ്ററിങ്ങിന് പോയിട്ടും അവനവൻ്റെ തൊഴിലിൽ നിന്ന് മാറി നിന്നൊരു ദിവസം ഇതിനു വേണ്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന മക്കളുള്ള നാടാണ് ഈ നാട്. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ. ബാക്കിയുള്ള കുറവുകളെല്ലാം അല്ലാഹ് ഇപ്പോൾ പുറത്തു തരും. ഇതിന് നിന്നു കൊടുക്കുക മാത്രം ചെയ്യുക. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കപ്പെട്ട് അടിമപ്പെട്ടുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു കൽപ്പനകൾക്കൊക്കെ അടിമപ്പെട്ട് നിന്നുകൊണ്ട് ഇത് ചെയ്ത് നിന്നവൻ്റെയൊക്കെ ജീവിതത്തിൽ ഇഹവും പരവും പൂർണ്ണമാണ്. അങ്ങനെ തന്നെ ആകട്ടെ. എത്രയെത്ര സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയൊക്കെയുള്ള നന്മകളെക്കുറിച്ച് പറയുന്നത്. ഇനി നിങ്ങൾക്കൊക്കെ അറിയാം, ഇത് വളരെ വലിയൊരു വ്യക്തിത്വമായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന കവി. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ കൽക്കട്ടയിലുള്ള വിദ്യാനികേതൻ സ്ഥാപിച്ച, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അഥവാ വിദ്യാനികേതൻ ഒക്കെ സ്ഥാപിച്ച, ശാന്തിനികേതൻ സ്ഥാപിച്ച രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ചത് അദ്ദേഹമാണ്. അല്ലാണ്ട് മൂപ്പർ അച്ഛനും അമ്മയിട്ട പേരല്ല മഹാത്മാവ്. അദ്ദേഹം മഹാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ രാഷ്ട്രപിതാവിനെ മഹാത്മാ എന്ന് വിളിക്കണം എന്ന് പറയുകയും വിളിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന കവിതയുണ്ട്. അതൊക്കെ നമ്മളൊക്കെ ചിലവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഞാൻ സാധാരണ കവിതയൊന്നും ചൊല്ലാറില്ല, കാരണം അതിലൊക്കെ ഒരുപാട് അപകടമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അത് ചൊല്ലാതിരിക്കാൻ എനിക്ക് തോന്നുന്നുമില്ല. നൃപഥമിരുട്ടിൽ നിഗൂഢമിരുന്നേ നീ ധ്യാനിക്കും ദൈവതമവിടെ നിലകൊള്ളില. നീ മിഴിലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. കരിനിലമുഴുമാ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി ഒരുക്കും പണിയാളരോടും എരിവെയിലെത്തും പൊരിവെയിലെത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർ. ഇരു കൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ, കളയൂ ശുഭ്രം വസ്ത്രം, മാറ്റൂ പൂജാപാത്രം. അങ്ങനെ പോകുന്നുണ്ട്. അതായത് വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കുന്ന പണിയാളരോടും എരിവെയിലത്തും പൊരിവെയിലത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർ കർഷകരോടും. അങ്ങനെ പണിയെടുക്കുന്നവരെ കൂടെ നിന്നുകൊണ്ട് നീ നിൻ്റെ പൂജാപാത്രവും ശുഭ്രമായ വസ്ത്രവും മാറ്റി ഈ ചെളിയിൽ അവരുടെ കൂടെ ഇറങ്ങി അവർക്കൊരു കുറച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ എന്നുള്ള കഥയാണ് അവിടെ ടാഗോർ പറയുന്നത്. ടാഗോർ എഴുതിയത് ബംഗാളിയിലാണെങ്കിലും ഇത് വള്ളത്തോളാണ് നമുക്കൊക്കെ മലയാളത്തിലേക്ക് ആക്കി തന്നിട്ടുള്ളത്. എത്ര അർത്ഥവത്തായ വാക്കുകളാണ്. ഹിന്ദു ലിബറേഷൻ തിയോളജിയുടെ അടിസ്ഥാനമാണ്.
വിമോചന ദൈവപ്രസ്ഥാനമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ദൈവം എന്നതിന് അവർ പറയുന്നത് ഈ കർഷകനെയും ഈ വഴി നന്നാക്കുന്നവനെയും ഇവിടെ പണിയെടുക്കുന്നവനെയും അവർക്കൊക്കെ വേണ്ടി നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പൂജ ചെയ്തിട്ടാണ് എന്താ കാര്യം? എത്ര അർത്ഥവത്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര അർത്ഥവത്താണ്. ഇങ്ങനെയൊക്കെ പോകണ്ടേ നമ്മുടെ കാര്യങ്ങൾ? ഇങ്ങനെയൊക്കെ ആകണ്ടേ നമ്മുടെയൊക്കെ കാര്യങ്ങൾ? അങ്ങനെ പോകുന്നവരുടെ കൂട്ടമുള്ള ഇടം എപ്പോഴും സംരക്ഷിതരായിരിക്കും. അവിടെ ഒരു തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും വരില്ല എന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാലം കെടുമ്പോഴും കോലം കെടുമ്പോഴും പ്രകൃതിക്ക് വിരുദ്ധമായി ഒക്കെ പോകുമ്പോഴുമാണ് പ്രകൃതികളൊക്കെ ഇടപെടുക. അല്ലാത്തോടത്തോളം കാലം നന്മകളുണ്ടായ ഇടങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് പറയാറുണ്ട്. അപ്പോഴേ ആ പ്രാർത്ഥന ഫലിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, എവിടെയെങ്കിലുമൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അങ്ങോട്ട് വിഫലമാവും എന്നുള്ളതിൻ്റെ സ്വാമി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല എന്നും പറയും. നന്മയുള്ള ഇടത്താണത് വിതയ്ക്കേണ്ടത്. പ്രാർത്ഥനകൾക്ക് ശക്തി ലഭിക്കണമെങ്കിൽ ഇത് വേണം. അപ്പോൾ അവർക്കും കുറേ ബുദ്ധിമുട്ടുകളും അവർക്കും കുറേ കുറവുകളും കൊണ്ടേക്കാം. പക്ഷെ അതൊന്നും ഒരു ദൈവവും എന്ത് ചെയ്യില്ല, കണക്കിലിടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരാർപ്പണമായി ചെയ്യുക. കർമ്മയോഗം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം ഗീതയിലുണ്ട്. ഈശ്വരാർപ്പണമായി തൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യുക. ഇവിടെയാണ് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് ഇംഗ്ലീഷിൽ. നമുക്ക് ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സലീം കുമാർ അഭിനയിച്ച മലയാളത്തിലൊരു ചലച്ചിത്രം ഓർമ്മ വരുന്നവരുണ്ടാവും. ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുക്കൂട്ടി വെച്ച അവസാനം അത് എവിടെയോ കബൂലാകുന്നില്ല, എന്തോ ഹലാലാകുന്നില്ല എന്ന് തോന്നി ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ പൈസ ഉപയോഗിക്കേണ്ടുന്ന പൈസ മറ്റു കാര്യത്തിന് വേണ്ടി മറ്റ് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് കൊണ്ട് വേണമെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു. അങ്ങനെ പോകാതിരുന്ന് ഹജ്ജിന് പോകാതെ ആ സമയത്ത് ഇങ്ങനെ ആ വാങ്ക് കൊടുക്കുന്ന സമയത്ത് നെഞ്ചൊഴിഞ്ഞ് കിടക്കുന്ന ഒരു സിനിമ ഉണ്ട്. സലീം കുമാർ അഭിനയിച്ച ഒരു സിനിമ, കുറേ മുമ്പത്തെ സിനിമയാണ്. അതൊരു നല്ല കഥയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കഥയുണ്ട് ഇംഗ്ലീഷിൽ, വളരെ പ്രശസ്തമായൊരു കഥ. ഒരു ഗ്രാമത്തിൽ അബൂ ബിൻ ആദം, ആദാമിൻ്റെ മകൻ അബു എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ ഒരു കാര്യമുണ്ട്, പള്ളിയിലൊന്നും അങ്ങനെ പോണ കൂട്ടത്തിലല്ല. എന്നാൽ ദൈവവിശ്വാസിയാണ്. എന്നാൽ പള്ളിയിൽ തന്നെ എപ്പോഴും പോകണമെന്നൊന്നും അദ്ദേഹത്തിന് കഴിയാറില്ല. ലോഡിങ്ങുകാരനാണ്, അല്ലെങ്കിൽ തൊഴിലാളിയാണ്. ആ നാട്ടിലെ ഭാരം വഹിച്ച് വരുന്ന കാളകൾക്ക് ഉന്തി കൊടുക്കും, വൈക്കോല് കൊടുക്കും, വെള്ളം കൊടുക്കും. അവിടെ ഒരു വിധത്തിലുള്ള എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും വേണ്ടത്ര രീതിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ചെല്ലാനൊന്നും പറ്റാറില്ല. അയാൾക്കതിൽ വിഷമവും ഇല്ല. അങ്ങനെ ഒരു ദിവസം അയാൾ രാത്രി ഒരു 10-12 മണിയായപ്പോൾ, നല്ല നിലാവുള്ളൊരു ദിവസം രാത്രി ഒന്ന് മൂത്രമൊഴിക്കാനോ മറ്റോ പുറത്തേക്കൊന്ന് ഇറങ്ങുക. അന്നൊന്നും ഉള്ളിൽ ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ ഉണ്ടാവില്ലല്ലോ. അദ്ദേഹം തൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മലക്കിരുന്ന് എന്തോ എഴുതുന്നത് കണ്ടു. അപ്പോൾ ഇയാൾക്ക് വലിയ അത്ഭുതമായി. ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അയാൾ ആ പറയുന്ന മലക്കിനെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ സംസാരിക്കാൻ നിൽക്കാതെ മറ്റൊരു ഭാഗത്ത് പോയി സാധിക്കേണ്ടതൊക്കെ സാധിച്ച് തിരിച്ചു വന്നപ്പോഴും മലക്ക് ഭയങ്കര എഴുത്തിലാണ്. അദ്ദേഹത്തിനൊരു ആകാംക്ഷ, ഒന്ന് ചോദിച്ചാലോ, എന്താണ് മലക്കേ നീ എഴുതുന്നെന്ന് ചോദിച്ചപ്പോൾ, മകനെ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, ഈ ഗ്രാമത്തിൽ ആരൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്നുള്ളവരുടെ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഒരു കൗതുകത്തിന് അയാൾ ചോദിച്ചു, എൻ്റെ പേരതിലുണ്ടോ എന്ന്. മലക്കങ്ങോട്ട് ചിരിച്ചു. ഹാ, എങ്ങനെയാണോ എൻ്റെയൊക്കെ പേരിതിൽ വരിക? കാരണം നീ ഇന്ന് വരെ ദൈവത്തെ സ്നേഹിച്ചു നോക്കിയിട്ടുണ്ടോ? ദൈവത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയോ? നീ പള്ളിയിൽ പോലുണ്ടോ? എന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ നിനക്കുണ്ടോ? പിന്നെ ദൈവത്തിനെ എങ്ങനെ നീ സ്നേഹിച്ചു എന്ന് പറയാൻ നിൻ്റെ കയ്യിൽ എന്താ തെളിവുള്ളൂ ചോദിച്ചു. അപ്പോൾ അയാളും കയറി, ശരിയാണ്, മര്യാദക്കൊരു ജുമായ്ക്ക് പോയിട്ട് എത്രയോ കാലമായി, മര്യാദക്കൊരു പള്ളി കണ്ടിട്ട് എത്ര കാലമായി. എന്നാൽ പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന് കരുതി, പേരില്ലല്ലോ, പിന്നെ ഇനിയിപ്പോൾ വർത്തമാനം പറഞ്ഞ കാര്യമില്ലല്ലോ. അയാൾ നേരെ അയാളെ വീട്ടിൽ കയറി കിടന്നുറങ്ങി. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഇയാൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയൊക്കെ മൂത്രമൊഴിച്ചൊക്കെ തിരിച്ചു വരും. 6 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു പൗർണമി ദിവസം മറ്റൊരു ഉടുപ്പിട്ട മലക്ക് മറ്റൊരു സ്ഥലത്തിരുന്നു കൊണ്ട് മറ്റൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. അയാളൊന്നും മിണ്ടിയില്ല, നേരെ പോയി സാധിച്ചു വന്നു. വീട്ടിൽ കയറി വാതിലടയ്ക്കാൻ നിന്നപ്പോൾ മലക്ക് തിരിച്ചു വിളിച്ചു, അല്ല നിനക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ലേ? അല്ല, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞാൻ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധമൊന്നുമില്ല. ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരൊക്കെ പേരെഴുതിനോടത്ത് നമുക്കിപ്പോൾ എന്താ?
എടാ പൊട്ടായത് ആ കിതാബല്ല, പിന്നെ ഏത് കിതാബാണെന്ന് ചോദിച്ചു. അത് എഴുതിയ വേറെ മലക്കല്ലേ, അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. എന്താ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്? ഞാൻ എഴുതുന്നത് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരുകളാണ്. അപ്പോഴും അയക്കുമനുസരിച്ച് അങ്ങോട്ട് ദൈവത്തെ സ്നേഹിക്കാൻ ഞാൻ ദൈവം ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കും. അപ്പോൾ പറഞ്ഞാൽ എന്നാൽ ശരി സലാം, ഞാൻ പോയി കിടക്കട്ടെ. അല്ല നിൻ്റെ പേര് ഇതിലുണ്ടോ എന്ന് അറിയണ്ടേന്ന് വെച്ചു. ആദ്യത്തെ മാലാവിനോട് അങ്ങോട്ട് കയറി ചോദിച്ചു. ഇപ്പോൾ മാലാക ഇങ്ങോട്ട് ചോദിക്കുക, നിൻ്റെ പേര് ഇതിലുണ്ടോ നോക്കണോ ചോദിച്ചു. ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതല്ലടോ, വന്ന് നോക്ക്, നിൻ്റെ പേരാണ് ആദ്യത്തെ പേരായി എഴുതിയിരിക്കുന്നത്. ABU ബെൻ ആഡം, അബു എന്ന് എഴുതി. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് അബു ചോദിച്ചു, എൻ്റെ പേര് A കൊണ്ട് തുടങ്ങുന്നതുകൊണ്ടും അടുത്ത ലെറ്റർ B ആയതുകൊണ്ടും അല്ല എൻ്റെ പേര് ഫസ്റ്റ് വന്നത് ചോദിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ആൽഫബറ്റ് ഓർഡർ എഴുതുമ്പോൾ A B കഴിഞ്ഞിട്ടാണല്ലോ എല്ലാം വരിക. അപ്പോൾ മാലാക പറയുന്നുണ്ട്, ഈ കിതാബിൽ ആൽഫബറ്റ് ഓർഡറിൽ വെച്ചിട്ടല്ല, അത് ഗുണത്തെ വെച്ച്. കാരണം നീ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലും നിൻ്റെ പ്രവർത്തികൾ കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന മഹത്തായൊരു സൂഫി കഥയുടെ പദ്യാവിഷ്കാരമാണ് അബൂ ബനാഡം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കവിത. ഇതിൽ പറയുന്നൊരു ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ പെടണേ മക്കളെ. ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് പിടിക്കുന്ന കുരങ്ങൻ്റെ കുട്ടിയെപ്പോലെ അമ്മയെ അള്ളിപ്പിടിക്കുന്ന ദൈവത്തെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അത് നല്ലതരം ഭക്തിയാണ്. മർക്കട ഭക്തി എന്ന് പറയും. അങ്ങോട്ട് ദൈവമേ അല്ലാ എന്നൊക്കെ പറഞ്ഞ് ഈശ്വര എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എപ്പോഴും ആ സ്മരണ നിലനിർത്തിക്കൊണ്ടു പോവുക, അതൊരു നല്ല കിതാബിൽ ഇടം പിടിക്കാനുള്ള വഴിയാണ്. മറ്റേതൊന്ന് പൂച്ചേൻ്റെ കുട്ടികളെ പോലെ ദൈവം ഇങ്ങോട്ട് പിടിക്കും. പൂച്ചേൻ്റെ കുട്ടികൾ ഒരിക്കലും പൂച്ചേൻ്റെ പള്ളേമ കയറിയൊന്നും ജീവിക്കൂല. കുരങ്ങൻ്റെ കുട്ടി പള്ളേമ പിടിച്ച് പോകുന്ന പോലെ, അള്ളിപ്പിടിച്ച് പോകുന്നത് പോലെ. ഇവിടെ കുട്ടീനെ നോക്കേണ്ട ഉത്തരവാദിത്തം പൂച്ചയ്ക്കാണെന്ന് പറയുന്ന പോലെ മാർജാര ഭക്തിയുള്ള ആൾക്കാർ ചിലവരുണ്ട്. അവർ പ്രവർത്തികൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ എല്ലാ മതങ്ങളുടെയും സൂക്ഷ്മമായ ഇണകൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒരു ബാലൻസാണ് നമുക്ക് വേണ്ടത്. രണ്ടും നമുക്ക് വേണ്ടത്. ഈശ്വരനെ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടു കൂടിയും അല്ലെങ്കിൽ ഈശ്വരനുമായുള്ള ബന്ധം പൂർണ്ണമാക്കി ചെയ്യുന്ന സദക്കകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ സൽപ്രവർത്തികൾക്ക്, സ്വാലിഹായിട്ടുള്ള അമലുകൾക്ക്, അതിനാണ് പ്രവർത്തനം, അതിനാണ് കൃത്യമായി. മറ്റേതിപ്പോൾ കവിതയിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് രണ്ടും പൂർണ്ണമാകപ്പെടുമ്പോഴാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ തെളിവായിക്കൊണ്ട് അവനവൻ്റെ ഉത്തരവാദിത്തം മനുഷ്യനോട് പൂർണ്ണമാക്കുമ്പോഴാണ് നമ്മളൊക്കെ നാളെ ഇഹവും പരവും വിജയികളായിട്ട് മാറുന്നത്. ഈ കഥകളൊക്കെ നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്ന അതാണ്. അതിനൊക്കെ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഇങ്ങനെ വാച്ചിൽ നോക്കണം, എന്താ വെച്ചാൽ രാജറാണി വിട്ടുപോയാൽ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഏകദേശം 9 മണിയൊക്കെ ആയി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും എൻ്റെ സമൂഹത്തിനും അവിടെ ഉണ്ടാവണം. ഓരോ പരിപാടി കഴിയുമ്പോഴും എൻ്റെ ഉത്തരവാദിത്വം കൂടുക. കാരണം പ്രാർത്ഥനേൻ്റെ നീളം കൂടുക. പണ്ട് 10 പരിപാടിക്ക് പോയിരുന്നപ്പോൾ 10 പരിപാടിയിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ ആയിരക്കണക്കിന് പരിപാടികളായി. എന്നിരുന്നാലും നിങ്ങളും നാളെ മുതൽ എൻ്റെ പ്രാർത്ഥനയുടെ ലിസ്റ്റിലുണ്ടാവും ഈ നാട്ടുകാർ. സ്മരണ പോകാതിരിക്കാനും ഒക്കെ ഞാനിങ്ങനെ ആദിക്കാട്ട് കുളങ്ങര, ഇനിയിപ്പോൾ കൊല്ലം ശാസ്താംകോട്ട എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഏരിയ ഒക്കെ എൻ്റെ മനസ്സിലേക്ക് നാളെ മുതൽ ഞാൻ ഇവരോട് ചോദിക്കും, ഇവിടുത്തെ കൃത്യ പേരെന്താണെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഞാനും പ്രതിജ്ഞാബദ്ധനാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും എൻ്റെ മനസ്സിലുണ്ടാകും. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇനി എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഈ നിമിഷം പ്രാർത്ഥിക്കേണ്ടത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം അല്ലേ? അതല്ലേ പ്രാർത്ഥിക്കേണ്ടത്. ഇബ്രാഹിം നബിയും കൂട്ടരും ഖൈബ ദേവാലയം പൊളിഞ്ഞു കിടക്കുന്ന ഖൈബ ദേവാലയത്തിൻ്റെ കല്ലുകൾ പെറുക്കിക്കൂട്ടി അതിനൊരാകൃതി, അതിനൊരതിരിട്ട് ഇതാണ് ആ സ്ഥലമെന്ന് അടയാളപ്പെടുത്തിയപ്പോൾ ദൈവം ചോദിച്ചു, എന്ത് വേണം? ഇബ്രാഹിം നബിയും കൂട്ടരും മക്കളുമൊക്കെ പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ദൈവമേ, ഒന്ന് മാത്രം ഇത് ഞങ്ങളിൽ നിന്നൊരു നല്ല സ്വാലിഹായിട്ടുള്ള അമലായിട്ട് സ്വീകരിക്കണേ. ഞങ്ങൾക്ക് ഇത്രേ കഴിയൂ. കഅബ മുഴുവനാക്കിയൊന്നും പണിയാൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല. കുറേ കല്ല് കൂട്ടി വെച്ച് അതിനൊരു ഷേപ്പ് ഉണ്ടാക്കി ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു അടയാള പ്രവർത്തനം മാത്രം, അതിനൊരു അടയാളം, ആ ഗേഹത്തിനൊരു അടയാളം ഉണ്ടാക്കാനേ ഞങ്ങൾ കഴിയൂ. പക്ഷെ അത് സ്വീകരിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചു. ഇതേ പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്.
എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് ദീനിൻ്റെ ദർജ ഉയർത്തുക എന്ന, അല്ലെങ്കിൽ ഈ ചില കെട്ടകാലങ്ങളിൽ പരസ്പരം തെറ്റിദ്ധാരണകളുടെയും നമ്മുടെ നന്മകൾ പരസ്പരം പറയുന്നതിന് പകരം തിന്മകൾ ചകഞ്ഞ് പുകത്തിട്ട് ഉള്ള ദേവാലയങ്ങളും ഉള്ള സംവിധാനങ്ങളെയും ഉള്ള ദീനിനെയും തെറിപ്പിച്ച് കളയുന്ന സമയത്ത്, ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് അതിനെന്തെങ്കിലും ഒരു അളയാടപ്പെടുത്തലുകൾ നടത്താൻ കഴിഞ്ഞാൽ, ഇബ്രാഹിം നബിയും കൂട്ടരും പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഞാനും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ട് അവനവൻ്റെ കയ്യും മെയ്യും അവനവൻ്റെ ജീവിതവും അവനവൻ്റെ പ്രവാസ ജീവിതത്തിലിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് ഇതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തി മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പലവിധങ്ങളായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളും ദൈവം ഇതുപോലെ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ, കൊച്ചു കൊച്ചെന്ന് പറഞ്ഞ് ചെറുതാക്കുകയല്ല, എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ വലിപ്പമൊന്നും വളരെ വലുതാണ്. അത് ദൈവം ഇതുപോലെ സ്വീകരിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണമെന്നൊരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.